Welcome to Flavors of India. സർദാർ മാർക്കറ്റിൻ്റെ കളർഫുൾ ആയിട്ടുള്ളൊരു മറ്റൊരു ഏരിയയിലേക്ക് എത്തുകയാണ്. വെജിറ്റബിൾ മാർക്കറ്റ്, ആ മാർക്കറ്റ്, സ്പൈസ് മാർക്കറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇത് ടെക്സ്റ്റൈൽസിൻ്റെ സ്ഥലമാണ്. ഇവിടെ ബാന്തിനി, ടൈ ആൻഡ് ഡൈ കളേഴ്സ് കണ്ടില്ലേ എനിക്ക് ചുറ്റും, എല്ലാം പിങ്ക് ആൻഡ് അങ്ങനത്തെ കുറേ കളേഴ്സ്, പിങ്ക്, റെഡ്, യെല്ലോ എല്ലാം. ഒരു കടയ്ക്കകത്ത് കയറി ഷോൾസ്, അതായത് ലഹങ്കയുടെ ഷോളാണ് ഇങ്ങനത്തെ കിട്ടുന്നത്. ഇപ്പം ബാന്തിനി സ്റ്റൈലിൽ ടൈ ആൻഡ് ഡൈ ഷോൾസ്, ഇതെല്ലാം ദുപ്പട്ട പോലെ ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ എല്ലാ ടൈപ്പ് വെറൈറ്റിയും കിട്ടും, കളേഴ്സ്. ഇതെല്ലാം ഇവിടുത്തെ കോട്ടേജ് ഇൻഡസ്ട്രിയാണ്, ആൾക്കാർ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇവിടുത്തെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന കുലത്തൊഴിൽ പോലെ അല്ലെങ്കിൽ കൈത്തൊഴിലാണ് ഇതെല്ലാം. അതിൽ ഹൗ മച്ച് ഇൻഡസ്ട്രി? 100 rupees ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ വൈറ്റ് സൽവാറിൻ്റെ കൂടെയൊക്കെ കളർ ഇടില്ലേ, ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാറി മാറി ഇടാൻ പറ്റും. അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്, ഓറഞ്ച്, റെഡ് എല്ലാം ഉണ്ട്. ഇതാ ഈ കാണുന്ന ഇതെല്ലാ കളേഴ്സും ഉണ്ട്. എല്ലാം 100 rupees-ആണ് അതിൻ്റെ വില. ഓരോന്നിനും 100 രൂപ ബ്രാൻഡിന്. ഇത് കണ്ട്, ഇത് വേറൊരു കളർഫുൾ ആയിട്ടുള്ളത്. അത് ഇവരെ ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സിൻ്റെ ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതെല്ലാം അവരുടെ ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അവരുടെ. ഇത് 1000 rupees ആകുമെന്നാണ് പറയുന്നത്. കാര്യം ഇതിൽ കുറേ വർക്കുണ്ട്. ഗോൾഡ് ജെറി വെച്ചിട്ട് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് അവർ. അപ്പോൾ ഇതിൻ്റെ വർക്ക് അനുസരിച്ചിട്ടാണ് ഈ കാര്യം. ഇതിൻ ദിസ് ഇസ് അനദർ ദുപ്പട്ടയാണ്. ഇവരിങ്ങനെ തല കവർ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇവരുടെ തല കവറിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തല കവറിങ്ങാണ്. ഇവരുടെ ശരിക്കും ട്രഡീഷണൽ തല കവറിങ് എന്ന് പറഞ്ഞാൽ അവർ മുഖം തന്നെ കവർ ചെയ്ത് കളയും കംപ്ലീറ്റായിട്ട്. അതായത് ഫേസ് പോലും കാണിക്കരുതെന്നാണ് ചില സമയത്ത്. ഇങ്ങനെ കണ്ണ് പോലും കാണാതെ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്ത് തരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിനെക്കാട്ടിലും, അതായത് ഹസ്ബൻഡിനെക്കാട്ടിലും പ്രായമുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഫാദറിൻലോ, ബ്രദറിൻലോ, ഇവരുടെയൊക്കെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഫേസ് കവർ ചെയ്യണം. അതാണ് അവരുടെ ഒരു രീതി. ഇതൊക്കെ ഈ 6th century BC-ക്ക് മുന്നേ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈക്വൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, അവർക്ക് വേദം പഠിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അതായത് ക്രിസ്തു വർഷത്തിന് മുന്നേ 6th century. പക്ഷേ AD ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ കാലവും ഇതിൻ്റെ എല്ലാം മാറി. പിന്നെ എപ്പോഴും സ്ത്രീകളെന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഒരു മുഖം മറച്ചു നിൽക്കുന്നത്. എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു പീസ് വാങ്ങണം. 100 രൂപയ്ക്ക് ഭയങ്കര ലാഭമല്ലേ? നമ്മുടെ അവിടെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഒറിജിനൽ കടയുടെ ആളായിട്ട് അങ്ങ് ഇരിക്കുകയാണ് ഞാൻ. വളരെ കംഫർട്ടബിളാണ് ഇവിടെ ഇരിക്കാൻ. എന്ത് സുഖം, ഇവിടെ ഫാനൊക്കെ ഉണ്ട്. പുറത്തേക്ക് ഭയങ്കര ചൂടാണ് മാർക്കറ്റിൽ. അത് ഇച്ചിരി റെസ്റ്റാകും. നമ്മളിവിടെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം റെസ്റ്റ്. ഇതും കൂടെ മേടിക്കണമെങ്കിൽ ഇതും മേടിക്കാം.
വാങ്ങിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. അത്ര വിലയില്ലല്ലോ. ദുപ്പട്ടാസ് ഇതാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയത്. ജോധ്പൂരി പച്ചരംഗി എന്നാണ് പറയുന്നത്. അത് 5 കളേഴ്സ് ഉണ്ട്. ജോധ്പൂരിൻ്റെ മാർവാടി ഫ്ലാഗിൻ്റെ ചിഹ്നമാണ് 5 കളേഴ്സ്. ഇതിലെല്ലാം കളേഴ്സ് ഉണ്ട്. ഓറഞ്ച്, ബ്ലൂ, റെഡ്, ഗ്രീൻ ആൻഡ് വൈറ്റ് എല്ലാം പിങ്ക്. പച്ചരംഗി വേണമാണ് 5 കളറുള്ളത്. 100 രൂപയല്ലേ ഉള്ളൂ. ഭയങ്കര ലാഭം. വൈറ്റ് സൽവാറിൻ്റെ കൂടെ നല്ല സൂട്ടിങ് ആയിരിക്കും എൻ്റെ ദുപ്പട്ട. സർദാർ മാർക്കറ്റിൻ്റെ ടെക്സ്റ്റൈൽ ഹോൾസെയിൽ മാർക്കറ്റ് ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കര തിരക്കുള്ള കടകളുണ്ട്. കാര്യം ഇവിടെ കുറേ വില്ലേജിൽ നിന്ന് വന്ന സ്ത്രീകൾ ഇവരിടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ടാണ് ഷോപ്പ് ചെയ്തിട്ട് പോകുന്നത്. ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ടിപ്പിക്കൽ രാജസ്ഥാനി സ്ത്രീകളാണിത്. കണ്ടില്ലേ, അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോയി തേച്ച് തലയിലൊക്കെ ഇടാനുള്ള ദുപ്പട്ടാസ്. വലിയ പൈസക്കാരൊന്നും അല്ല, സാധാരണക്കാരാണ്. അവർ വന്ന് ഇവിടെ വിലക്കുറവാണല്ലോ, ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുണി മേടിച്ച് കൊണ്ടുപോകും. അവരുടെ കളർഫുൾ സെലക്ഷനാണ്. എല്ലാം കളർഫുൾ മെറ്റീരിയൽസാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ മുഴുവൻ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയാണ് ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞ്. പക്ഷേ ഇങ്ങനെ സാധാരണക്കാരാണ്. അപ്പോൾ അത്രയും വിലയേ ഉള്ളൂ ഇവിടെ തുണികൾക്ക്. ഹോൾസെയിൽ കടയില്ല. ഇവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുപോയി കുറച്ചുകൂടി കളർഫുള്ളാക്കി അവരത് തേച്ച് അതിൽ എംബ്രോയിഡറിയൊക്കെ ചെയ്ത് അവരിങ്ങനെ തലയിൽ കൂടി ഇടുന്ന ദുപ്പട്ടാസും എല്ലാം മേടിച്ച്. അവിടെ ഒരു ലേഡി വരുന്നുണ്ടോ, കംപ്ലീറ്റ് മുഖം കവർ ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ ശരിക്കുമുള്ള രീതി. അത് ടിപ്പിക്കലാണ്. ടിപ്പിക്കൽ രാജസ്ഥാനി ലേഡി അവരുടെ ട്രഡീഷൻ അനുസരിച്ചിട്ട് ഫേസ് കവർ ചെയ്ത് നടക്കുക. ഈ പർദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിംസിനാണുള്ളത്. പക്ഷേ ഇത് ഹിന്ദുക്കളുടെ ഇടയിൽ ഇത് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ മുഗൾ രാജാക്കന്മാരുമായിട്ടുള്ള അല്ലെങ്കിൽ മുഗൾ രാജ്യവും മുഗൾ ചക്രവർത്തിമാർ അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ മുഗൾ സാമ്രാജ്യവും രാജസ്ഥാനിൻ്റെ വ്യത്യസ്തമായ പല ഭാഗങ്ങളും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇവിടെ മുസ്ലിം രാജാക്കന്മാരും അധിനിവേശം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു പീരീഡിലാണ് തോന്നുന്നു ഈ പർദ സിസ്റ്റം ഈ രീതിയിലാണ് ഇവിടെ പ്രാവർത്തികമായത്. ഹിന്ദു ലേഡീസും ഫേസ് കവർ ചെയ്യുന്ന ഒരു രീതി. അത് അവരുടെ സാരിയുടെ തലപ്പ് കൊണ്ടാകാം അല്ലെങ്കിൽ ഷോൾ കൊണ്ടാകാം. എങ്ങനെയെങ്കിലും ഫേസ് കവർ ചെയ്തിട്ട് നടത്തുള്ളൂ. ഹസ്ബൻഡ് മാത്രമേ കാണാവുള്ളൂ. ഹസ്ബൻഡിനെക്കാട്ടിലും പ്രായത്തിന് മൂത്ത ആൾക്കാർ ആരും കാണാൻ പാടില്ല. അത്ര കെയർഫുള്ളാണെന്ന് നോക്കും. എനിക്ക് ആദ്യം തോന്നി ഈ പാവപ്പെട്ട ഗ്രാമീണരെല്ലാം ഇവിടെ വന്ന് പാവം വില കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവല്ലേ എന്ന്. പക്ഷെ അങ്ങനെ അല്ല. അതുകൊണ്ടൊരു കാര്യം. പക്ഷേ ഇവരെല്ലാം ഗ്രാമത്തിലെ റീറ്റെയിലേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. വില്ലേജ് ഏരിയയിൽ അവർക്ക് ചെറിയ ചെറിയ റീറ്റെയിൽ കടകളുണ്ട്. ഇവിടുന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് പോയിട്ട് അവരവിടെ കച്ചവടം നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മാർവാടികൾ ഭയങ്കര കച്ചവടക്കാരാണ്. സ്ത്രീകളായാലും പുരുഷന്മാരാണ്. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ട് വാങ്ങി അവർ റീറ്റെയിലായിട്ട് കച്ചവടം നടത്തുന്നു. അപ്പോൾ ചില കടകളിൽ ഇവിടെ പൊടിച്ച കച്ചവടം. ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങുന്നു, അത് കൊണ്ടുപോയി റീറ്റെയിൽ ഷോപ്പിൽ വിൽക്കാൻ വേണ്ടി സ്ത്രീകളടക്കം ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. വേറെ ചില കടകളിൽ ഒരു കച്ചവടമില്ല. കച്ചവടക്കാരൻ നല്ല ഉറക്കം, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, റിലാക്സ് ചെയ്ത്. അങ്ങനെയുണ്ടല്ലേ പാവം. അപ്പോൾ പിന്നെ നല്ല ഉറക്കം. ഇവിടെയെല്ലാം ലെഹങ്ക പീസസാണ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് സെറ്റായിട്ട് ഇതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ ഇവർ 500 എന്ന് പറയുന്നു. പക്ഷേ ഇതിലും വില കുറഞ്ഞ് 250-300 രൂപയ്ക്കും ലെഹങ്ക പീസസ് ഇവിടെ കിട്ടും. അതാണല്ലോ ഈ ഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ വന്ന് വാങ്ങി അവരുടെ റീറ്റെയിൽ ഷോപ്പ് നടത്താനായിട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് പല ടൈപ്പ് വർക്ക് ചെയ്തത് ഒരു 100 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. ബാക്കി ഇത് വാങ്ങാം. ഹോൾസെയിലല്ല, ഒന്നിച്ച് വാങ്ങുമ്പോൾ വില കുറയും. പലതരം കാര്യങ്ങൾ, വളയെല്ലാം ഒരുപാടുണ്ട് കേട്ടോ. പലതരം വള ഷോപ്സ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. വളരെ വിലക്കുറവാണ് ടെക്സ്റ്റൈൽസിന്. ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്. ഈ ഉന്തുവണ്ടിയിൽ ധാരാളമായിട്ട് ബ്രെഡ് ടോസ്റ്റ്, റസ്ക്, പിന്നെ സോൾട്ട് ബിസ്ക്കറ്റ് ഇതെല്ലാം തൂക്കി ഇത് ചായയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതും കഴിക്കാറുണ്ട്. കച്ചോരീസും സമോസാസും മാത്രമല്ല, ഇങ്ങനത്തെ ബേക്ക്ഡ് സാധനങ്ങൾ സാധാരണക്കാരൻ്റെ ഭക്ഷണമാണ്. റസ്ക്, ടോസ്റ്റ് എല്ലാം. ഇപ്പോൾ നമ്മൾ കറങ്ങി ഷൂ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് കയറാൻ പോവാണ്. ഇത് ടിപ്പിക്കൽ ഷൂ മാർക്കറ്റ്. ഇവിടുത്തെ ക്യാമൽ ലെതർ ഷൂസാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ജോധ്പൂർ ഷൂ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്പെഷ്യലാണ്. അപ്പോൾ ക്യാമൽ ലെതർ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. ക്യാമലിൻ്റെ സ്കിൻ. ഇത്തരം ബാങ്കിൾ ഷോപ്പ് ധാരാളമുണ്ട്.
ഇത് 350 രൂപ. ഫുൾ സ്റ്റോൺ വർക്ക് 350. പിന്നെ പല 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 ഇത് ഹൈദരാബാദിൽ പോയപ്പോൾ കണ്ടതുപോലെയാണ്. ചാർമിനാറിൻ്റെ അവിടെ കംപ്ലീറ്റ് സ്റ്റോൺസ് വെച്ച് വളകൾ. ഇതുപോലെ കുറേ വളക്കടകൾ, പിന്നെ ചപ്പൽ ഷോപ്സ്. ഇത് ആ സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ നടക്കാം. ഇത് വളരെ ലോക്കലായിട്ടുള്ള മാർക്കറ്റാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ വളരെ ചീപ്പായിട്ട് കിട്ടും. കണ്ടില്ല, ഓർണമെൻ്റൽ ആയിട്ടുള്ള ഷൂസും ഉണ്ട്, ലെതർ ഷൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ ഭയങ്കര ഓർണമെൻ്റൽ സ്റ്റൈൽ ഷൂസൊക്കെ ഉള്ള കടകൾ ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ കടകളും ചെറിയ ചെറിയ റോഡ്സ്, ഗലീസ്, ചെറിയ സ്ട്രീറ്റാണ്. ഇങ്ങനെ സർദാർ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നടന്ന് വേറൊരു സ്പെഷ്യാലിറ്റി കടയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പുകയും ചൂടുമാണ്. ഇതിവിടെ മാവ കച്ചോരി കിട്ടുന്ന കട. അതിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണെന്നാണ് പറഞ്ഞത്. കച്ചോരി സാധാരണ സ്പൈസിയാണ്, അകത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ഫില്ലിങ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഫില്ലിംഗ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഈ കടയുടെ സ്പെഷ്യാലിറ്റി അകത്ത് സ്വീറ്റ് ഫില്ലിംഗ്. മാവ എന്ന് പറഞ്ഞാൽ പാല് വറ്റിച്ച് കോവ പോലെ ചെയ്യുന്നതാണ് മാവ. പാലും പഞ്ചസാരയും കൂടി വറ്റിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് കാണുന്നത്. ഒരു സൈഡിൽ മാവയുടെ പ്രൊഡക്ഷൻ നടക്കുന്നു, പാല് വറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് ഹോട്ടായിട്ട് മാവ കച്ചോരി വറുത്തുകൊണ്ടിരിക്കുന്നത്. ആ കളറാകുമ്പോഴാണ് കോരി എടുക്കുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഇപ്പം ആയിട്ടില്ല, പകുതിയായിട്ടുള്ളൂ. ഇത് മാവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ മാവ ഉണ്ടാക്കിയിട്ട് അത് അകത്ത് വെച്ചിട്ട് കച്ചോരി ഉണ്ടാക്കും. മൈദയുടെ ബോൾ ഉണ്ടാക്കി അകത്ത് ഈ മാവ, ഇത് നല്ല കട്ടിയാവും, പാൽ കട്ടി, അത് അകത്ത് വെച്ച് ഫില്ല് ചെയ്ത് കട്ടി വറുത്തെടുക്കും. ഇത് മാവ കച്ചോരി വറുക്കുന്നതാണ്. നമുക്കിനി അത് ഫില്ല് ചെയ്യുന്ന കാര്യം കാണാം. അതായത് പാലിനെ കട്ടിയാക്കിയതാണ് വറ്റിച്ച്. ഇനി ഇതിലേക്ക് പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കുറച്ച് മൈദമാവ് ഇട്ട് ഏലക്ക പൊടിയെല്ലാം ചേർത്തിട്ടാണ് ഈ രീതിയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറ് മാറും. കണ്ടില്ലേ, ഏലക്കയുടെ പൊടിയെല്ലാം ചേർത്ത്. അപ്പോൾ ഈ മാവ എന്ന് പറയുന്ന ഈ പാൽക്കട്ടിയിലേക്ക് കുറച്ച് മൈദമാവ്, ഷുഗർ സിറപ്പ്, ഏലക്ക പൊടിച്ചത്, പിന്നെ ജാതിക്ക പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും. ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഈ നിറത്തിലായിട്ട് മാറും. എന്നിട്ട് അത് ഉരുള ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെറിയ ബോൾസ് ഉണ്ടാക്കുന്ന പോലെ ഇത് ആലു പോലെ ഇത് ബോൾസ് ആക്കുന്നു. ദാറ്റ് ഈസ് മാവ ബോൾസ്. എന്നിട്ട് അത് മൈദയുടെ ബോൾസിനകത്ത് വെച്ചിട്ട് ഫില്ലിംഗ് ആക്കി കച്ചോരി വറുത്തെടുക്കും. ഇത് മാവ പാല് വറ്റിച്ചത് മധുരയില്ലാണ്ട്. ഇനി അത് ബാക്കി കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തതിൻ്റെ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ആവശ്യത്തിന് മധുരം, ജാതിക്കയുടെ ടേസ്റ്റ്, ഏലക്കയുടെ ടേസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ മൈദ ചേർത്ത് ഇതിനി അതിനകത്ത് വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഈ കടയ്ക്ക് 70 വർഷത്തോളം പഴക്കമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തുടങ്ങിയ കടയാണ്. ഇതിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്. ഈ കച്ചോരി, ഇങ്ങനത്തെ സ്വീറ്റ് കച്ചോരി, അതായത് മാവ കച്ചോരി. ഇദ്ദേഹത്തിൻ്റെ പേര് ജയ രാംദാസ് മുനിലാൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ കവറിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് പാക്ക് ചെയ്ത് പോകുന്നത്, വലുതും ചെറുതുമായിട്ട്. 70 years ഓൾഡ് ഷോപ്പ്. ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, പക്ഷേ വളരെ ഫേമസ് ആണ്. ഇത് അന്വേഷിച്ച ആൾക്കാർ എത്താറുണ്ട്. ഇവർക്ക് ഒരുപാട് കാര്യം പുറത്തേക്ക് വല്ല ബേക്കറീസിനും വലിയ വലിയ കടകളിലേക്കും ഒക്കെ കൊടുക്കാറുണ്ട്. ജയറാംദാസ് അതാണ്. ഇവിടെ വന്ന് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. വേറെ അധികം കടകളിലൊന്നും ഇങ്ങനെ സ്വീറ്റായിട്ടുള്ള കച്ചോരീസ് കിട്ടില്ല. ഇത് മാവ കച്ചോരി. അപ്പോൾ ഇതിൻ്റെ മേക്കിങ് കണ്ടല്ലോ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്തു. മാവ കച്ചോരി ഇത് വറുത്തെടുത്തു, കണ്ടില്ല, അകത്തെ ഫില്ലിങ്. എന്നിട്ട് ഇതിനിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചാണ് തരുന്നത്. കാര്യം ഈ അകത്തെ ഫില്ലിങ്ങിന് വലിയ മധുരമില്ല. അപ്പോൾ പിന്നെ സ്വീറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അകത്ത് കണ്ടില്ലേ സ്വീറ്റ്. അപ്പോൾ മാവ കച്ചോരി വറുത്തെടുത്തപ്പോൾ കണ്ടല്ലോ, അതിനകത്തെ ഫില്ലിങ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. കാര്യം എല്ലാവരും വിചാരിക്കും അത് ഉരുളക്കിഴങ്ങാണെന്ന്. പക്ഷെ അല്ല, സ്വീറ്റ് ഫില്ലിങ്ങാണ്. പക്ഷേ ഈ മാവക്ക് വലിയ മധുരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് വറുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കും. ആ ഷുഗർ സിറപ്പോട് കൂടിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ അത് വേറൊരു ടേസ്റ്റാവും. സ്വീറ്റ് ഫില്ലിംഗ് കച്ചോരി, മാവ കച്ചോരി. അകത്ത് മാവ ഫില്ലിംഗ് വിത്ത് ഷുഗർ സിറപ്പ്,
ജാതിക്കയുടെയും ഏലക്കയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നത്. പാൽക്കട്ടിയല്ലേ അകത്തിരിക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. വെരി നൈസ്. ഷുഗർ സിറപ്പ്, ഔട്ടർ ക്രസ്റ്റ് നല്ല ക്രിസ്പി, ഒരു ഭയങ്കര വ്യത്യസ്തമായ അനുഭവം. എന്തെല്ലാം തരം സ്വീറ്റാണല്ലേ നമ്മൾ കഴിക്കുന്നത്. ഗുലാബ് ജാമുൻ കഴിക്കുന്നല്ലേ രസഗുള പോലെ ഷുഗർ സിറപ്പിൽ ഇട്ടാണ് കഴിക്കുന്നത്. ഷുഗർ സിറപ്പ് ഒഴിച്ചു. അപ്പം പാർസൽ പോകുമ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചിട്ടില്ല, പാക്ക് ചെയ്ത് ബോക്സിനകത്ത് പാക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വേറൊരു ബോട്ടിലിലോ കവറിലോ ആക്കി കൊടുക്കും. വീട്ടിൽ ചെന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് കച്ചോറി എടുത്തിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് സെർവ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും വ്യത്യാസമാണ്. താങ്ക് യു. എത്ര പഴക്കമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. സർദാർ മാർക്കറ്റിൻ്റെ ഉള്ളിലെ സ്ട്രീറ്റുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തൊരു ഡസ്റ്റ്, ഇവിടെ എന്തൊരു തിക്ക് തിരക്ക് പഴഞ്ചാണി സാധനങ്ങളുള്ള സ്ഥലങ്ങളല്ലാത്ത എല്ലാം എന്തായാലും ചീപ്പായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എങ്കിലും ഇതിനൊരു പൗരാണികതയുണ്ട്. ഈ സ്ഥലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇങ്ങനെയാണ്. ഇപ്പോൾ ഹോളിവുഡ് ആക്ടർ റിച്ചാർഡ് ഗിയറിൻ്റെയൊക്കെ ഫേവറേറ്റ് സ്ഥലമാണെന്നാണ് പറയുന്നത്. അദ്ദേഹം എല്ലാ വർഷവും ദലൈലാമയെ കാണാൻ വരുന്നു. അത് കഴിഞ്ഞാൽ സമയം കിട്ടിയാൽ ജോധ്പൂരിൽ വരും, സർദാർ മാർക്കറ്റിൻ്റെ ഈ സ്ട്രീറ്റുകളിലൂടെ നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരോട് വരാറുണ്ട്, സെലിബ്രിറ്റീസ്. അപ്പോൾ അവരുടെ എല്ലാം ഒരു ഫേവറേറ്റ് പ്ലേസാണ്. കാര്യം ഫോറിനേഴ്സിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഇങ്ങനത്തെ ഒരു തിക്കും തിരക്കും ഇവിടുത്തെ ഈ രാജസ്ഥാനി ആൾക്കാരിങ്ങനെ നടന്നു പോകുന്ന കാഴ്ചയും ഈ സാധാരണ വില്ലേജസ് കണ്ടില്ലേ, ഓരോ കടകളിലൊക്കെ ഇരിക്കുന്നു നോക്കും. ഇത് പൂജാ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ. അപ്പോൾ ഈ ഹോൾസെയിലായിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി റീറ്റെയിലായിട്ട് വിൽക്കും. ഈ പാൻ ഷോപ്സ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ്, പൂജ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ വിൽക്കുന്ന കടകൾ. ഒട്ടും നീറ്റൊന്നും അല്ല. ഇങ്ങനൊരു മാർക്കറ്റിൽ ഭയങ്കര നീറ്റ്നെസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. ചപ്പ് ചവറെല്ലാം റോഡിലെല്ലാം. പിന്നെ ഇഷ്ടംപോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു, ഭയങ്കര പൊല്യൂഷൻ. കാർപ്പറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒക്കെ വെയിറ്റ് വെച്ചിട്ടാണ് വിൽക്കുന്നത്. അത് വളരെ അപൂർവമായിട്ട് കാണുന്നൊരു കാര്യം, ഒരു റെയർ കാര്യം. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം വെയ് ചെയ്തിട്ടാണ് വില. ഇത് തലേണ, ഉറകൾ, ബെഡ്ഷീറ്റ്സ്,